ഹലോ നമസ്കാരം. വീനാസ് ക്യൂക്ക് റെസിപ്പീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അതേസമയം രുചികരമായിട്ടുള്ള ഇഞ്ചിമ്പുളി തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് നമുക്ക് പിന്നെ ചേർത്താൽ മതി, കാരണം ഈ പുളിക്ക് നല്ലോണം ഉപ്പുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഈ പുളി തിളപ്പിച്ചെടുക്കണം, ഒന്ന് വറ്റണം കേട്ടോ. ഈ പുളിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് വറ്റിച്ചെടുക്കാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ പുളിവെള്ളം ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നമുക്ക് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അതിനുശേഷം അരിച്ച് ഇട്ട് കൊടുത്താലും മതി. ഇതിൽ അഴുക്കില്ലാത്ത ശർക്കരയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ചെറിയതായിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. 2 കട്ട ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നലിയട്ടെ. നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല നൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ചൂടാറിയതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചി ഞാനിവിടെ തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിൽ. ഇനി നമുക്ക് ഇഞ്ചി വറുത്ത എണ്ണ തന്നെ കുറച്ച് ചൂടാക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കറിവേപ്പില, 4 ചെറിയുള്ളി. ചെറിയുള്ളി താല്പര്യം ഇട്ടാൽ മതി കേട്ടോ, ഞാൻ ഇടാറുണ്ട്. ഒരു 3 പച്ചമുളക്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്തതിന് ശേഷം അതിലോട്ട് ഒരു അല്പം ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. മിക്സ് ചെയ്യാം. നമ്മളുടെ കൽച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം വീണ്ടും. അതിനുശേഷം നന്നായിട്ടിത് വീണ്ടും ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉപ്പ് ഇതേവരെ ചേർത്തിട്ടില്ല. ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കണം. ശർക്കരയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മിക്സ് ചെയ്യുക. ഒന്ന് 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് തിക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് തിളപ്പിച്ചെടുക്കും. 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് ചെയ്യാണ്. കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. കുറച്ചും കൂടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിപ്പുളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്